ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിക്കിടെ ബംഗറിലേക്ക് മാറാൻ സൈന്യം നിർദ്ദേശിച്ചതായി പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി വെളിപ്പെടുത്തി. 8 മാസത്തെ നിഷേധത്തിന് ശേഷം നൂർഖാൻ വ്യോമതാവളം ഇന്ത്യ ആക്രമിച്ചതായി ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാറും സമ്മതിച്ചു. കഴിഞ്ഞ മെയ് മാസത്തിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിക്കിടെ സുരക്ഷിതമായ ബംഗാറിലേക്ക് മാറാൻ സൈനികൻ തനിക്ക് നിർദ്ദേശം നൽകിയെന്നും പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി വെളിപ്പെടുത്തിയിരിക്കുന്നത്. തന്റെ ഭാര്യയും മുൻ പ്രധാനമന്ത്രിയുമായ ബെനസീർ ഭുട്ടോയുടെ 18ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സിന്ധ് പ്രവിശ്യയിലെ ലാർഖാനയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുദ്ധം തുടങ്ങിയെന്ന് അറിയിച്ചുകൊണ്ട് എന്റെ മിലിറ്ററി സെക്രട്ടറി അടുത്തു വന്നു. സർ, നമുക്ക് ബംഗറിലേക്ക് മാറാം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. എന്നാൽ താൻ അത് നിരസിച്ചു. രക്തസാക്ഷിത്വം വരിക്കാനുണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ വെച്ചാകട്ടെ. നേതാക്കൾ ബംഗറിലേക്കില്ല, യുദ്ധഭൂമിയിലാണ് മരിക്കേണ്ടതെന്നാണ് ഞാൻ അദ്ദേഹത്തിന് നൽകിയ മറുപടി. സൈനിക നടപടികൾ തുടങ്ങിയതിന് 4 ദിവസം മുമ്പ് ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ടെന്ന് താൻ സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതായും സർദാരി അവകാശപ്പെട്ടു. പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറിനെ അദ്ദേഹം പ്രശംസിച്ചു. അസീം മുനീറിനെ ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് ഉയർത്തിയത് PPP ആണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും മുനീറിനെ പുകഴ്ത്തിയിട്ടുണ്ടെന്നും സർദാരി കൂട്ടിച്ചേർത്തു. അതേസമയം 8 മാസത്തെ നിഷേധത്തിന് ശേഷം മെയ് 10 പുലർച്ചെ ഇന്ത്യ തങ്ങളുടെ നൂർഖാൻ വ്യോമതാവളം ആക്രമിച്ചതായി പാക് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാർ ആദ്യമായി സമ്മതിച്ചു. 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ 80 ഡ്രോണുകളാണ് അയച്ചത്. ഇതിൽ 79 തടഞ്ഞു. എന്നാൽ ഒരെണ്ണം വ്യോമതാവളത്തിൽ പതിച്ച് നാശനഷ്ടങ്ങളുണ്ടായി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയും സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനും വെടിനിർത്തലിനായി ഇന്ത്യയുമായി സംസാരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നുവെന്നും ദാർ വെളിപ്പെടുത്തി. ഇന്ത്യ തന്നെ വെടിനിർത്തലിന് തയ്യാറാണെന്ന് മാർക്കോ റൂബിയെ ഫോണിലൂടെ അറിയിച്ചതായും അദ്ദേഹം അവകാശപ്പെട്ടു. 2025 ഏപ്രിൽ 22 പൽഗാമയിൽ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് തിരിച്ചടിയായാണ് ഇന്ത്യ മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ മിന്നൽ ആക്രമണം. 4 ദിവസം നീണ്ട കടുത്ത പോരാട്ടത്തിനുള്ളിൽ മെയ് 10 സൈനിക നടപടികൾ അവസാനിച്ചത്. ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാനെ എത്രത്തോളം പ്രതിരോധത്തിലാക്കി എന്നതിന്റെ തെളിവാണ് 8 മാസത്തിന് ശേഷമുള്ള ഈ തുറന്നു പറച്ചിലുകൾ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ചൈനയിലെ രഹസ്യ സൈനിക കേന്ദ്രത്തിൽ സന്ദർശനം നടത്തി പാക് പ്രസിഡന്റ് ആസിഫ് അലി സർദാരി. പാക് സൈന്യത്തിന്റെ ഭരണഘടനാപരമായ തലവൻ കൂടിയായ അദ്ദേഹം ഞായറാഴ്ച ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈനയിലേക്കാണ് സന്ദർശനം നടത്തിയിരുന്നത്. AVICയിലെ ആധുനികമായ സൈനികോപകരണങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് പുതിയ യുദ്ധവിമാനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് പ്രത്യേക വിവരണം ലഭിച്ചതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതാദ്യമായാണ് ഒരു വിദേശ രാജ്യ തലവൻ ഈ കേന്ദ്രം സന്ദർശിക്കുന്നത്. J-10 യുദ്ധവിമാനം, പാകിസ്ഥാനുമായി ചേർന്നുള്ള JF-70 തണ്ടറിന്റെ നിർമ്മാണം, J-20 5ാം തലമുറയുടെ യുദ്ധവിമാനത്തിന്റെ നിർമ്മാണ പുരോഗതി എന്നിവ ഉൾപ്പെടെ AVICയുടെ ആധുനിക ശേഷികളെക്കുറിച്ച് വിവരിച്ചു നൽകിയതായി അദ്ദേഹത്തിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. 10 ദിവസത്തെ സന്ദർശനത്തിനാണ് സർദാരി ചൈനയിലേക്ക് എത്തിയത്. സർദാരിയുടെ AVIC സന്ദർശനവും പാക് പട്ടാള മേധാവി അസീം മുനീറിന് ഈ അടുത്ത് നടത്തിയ ബെഞ്ചിങ് സന്ദർശനവും ഓപ്പറേഷൻ സിന്ദൂറിൽ സംഭവിച്ച സൈനിക നഷ്ടങ്ങൾക്ക് പകരമായി പുതിയവ കണ്ടെത്താനുള്ള പാക് സൈന്യത്തിന്റെ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.